ഒരു അമ്മയെ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. 3 മക്കളുടെ അമ്മയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ആദ്യ നാളുകളിലൊന്നും ജീവിത പങ്കാളിയെ അങ്ങനെ മനസ്സിലാക്കാനായി സാധിച്ചില്ല. കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള മാനസിക രോഗത്തിന് ഇദ്ദേഹം അടിമപ്പെട്ടിരുന്നു. കൂടെ താമസിക്കുന്നവർക്ക്, ചേർന്ന് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇദ്ദേഹത്തിൻ്റെ മാനസിക വൈകല്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതം മുമ്പോട്ട് പോവുകയാണ്. വർഷങ്ങൾ കഴിയും തോറും വലിയ ദുഃഖത്തിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരോടൊക്കെ പറയുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചുമില്ല. മനസ്സിലാക്കിയെങ്കിൽ തന്നെ അതേ രീതിയിൽ പ്രതികരിക്കാനായിട്ടും സാധിച്ചില്ല. വലിയ വ്യതയിലൂടെ ഈ സഹോദരി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡോക്ടേഴ്സിന്റെ അടുക്കലേക്ക് ഈ സഹോദരി പോവുകയാണ്. ടോക്സിക് ആയിട്ടുള്ള വലിയ വിഷമമയമായ ജീവിത രീതിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞു, വിവാഹമോചനം അല്ലെങ്കിൽ സെപ്പറേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞു. ഈ സഹോദരിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. സഭയുടെ നിയമവും അതോടൊപ്പം തന്നെ സ്റ്റേറ്റിന്റെ നിയമമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ലഭിക്കാനുള്ള അർഹത ഈ സഹോദരിക്കുണ്ട്. ഏകദേശം 2-3 വർഷങ്ങള് ചികിത്സയിലൂടെ ഈ സഹോദരി കടന്നു പോകേണ്ടിയിരുന്നു. ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ഡോക്ടേഴ്സ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ സഹോദരി ചെയ്തു. അങ്ങനെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ അമ്മയിൽ കാണാൻ സാധിച്ച ചില കാര്യങ്ങളുണ്ട്. വലിയ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ആരോടും ഒന്നും പറയാനും സാധിക്കുന്നില്ല. പറഞ്ഞാൽ തന്നെ അവർക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. എന്നാൽ എല്ലാം മാറി ജീവിക്കണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടെ തിരിച്ചു വന്നപ്പോൾ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു സഹോദരി. സ്വന്തം മാതാപിതാക്കളെയും ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളെയും ഒക്കെ സ്വീകരിക്കാനും വാർദ്ധക്യത്തില് അവരെ സഹായിക്കാനുമുള്ള വലിയ മനസ്സ് കാണിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ മക്കള്. സ്നേഹമുള്ളവരെ, ഇതാണ് വിശ്വസ്തത, ഇതാണ് യഥാർത്ഥമായ സ്നേഹം.